ഹലോ മച്ചാന്മാരെ, ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ. നമുക്ക് ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടുമ്പോൾ, ഇപ്പോൾ എവിടെയാണെങ്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുമ്പം അനിമേറ്റഡ് സബ്സ്ക്രൈബ് ബട്ടണോ എന്തെങ്കിലും അനിമേറ്റഡ് ഒരു സാധനം നമുക്ക് വീഡിയോയിലിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനു വേണ്ടി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡാവിൻസിയുടെ റിസോൾവ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിന് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ ഈ ഡാവിൻസിക്കകത്ത് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ പുതിയൊരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ 30 ഫ്രെയിം റേറ്റിലാണ് ചെയ്യുന്നത്. അതാണ് ഞാനിപ്പോൾ 30 ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യുന്നത്. 2-3 കണ്ടൻസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ആ കണ്ടൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഗ്രീൻ സ്ക്രീനിലുള്ള ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ എന്താണെങ്കിലും ആ ഗ്രീൻ സ്ക്രീനിലുള്ള ഐറ്റംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ യൂട്യൂബിൻ്റെ ഡൗൺലോഡർ ഉപയോഗിച്ചിട്ട് ആ ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്ത് നമ്മൾ സാധനം ഡൗൺലോഡ് ചെയ്യുന്നു. അതുപോലെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങൾ ഇതുപോലുള്ള ഗ്രീൻ സ്ക്രീനുള്ള ഐറ്റംസാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള ഐറ്റംസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ തിരിച്ച് റിസോൾവിലോട്ട് പോകുന്നു. ഡാവിൻസി റിസോൾവിലോട്ട് പോകുന്നു. അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. 2 ഐറ്റംസ്, അതായത് ബേസ് നമ്മുടെ വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഒരു ബീറ്റ് റിയാക്ടർ പോലത്തെ ഒരു സൗണ്ടിൻ്റെ ഒരു സാധനമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ബേസ് വീഡിയോ, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഗ്രീൻ സ്ക്രീനിലെ ഐറ്റംസ്, ആനിമേറ്റർ ഐറ്റവും ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബേസ് വീഡിയോ. നിങ്ങളുടെ വീഡിയോ ഏതാണെങ്കിലും ഇതായിരിക്കും നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ഇടാൻ പോകുന്ന നിങ്ങളുടെ മെയിൻ വീഡിയോ. അതിൻ്റെ മേളിലോട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ പോകുന്ന ബീറ്റ് റിയാക്ടറാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തതേ ഉള്ളൂ. അതിലോട്ട് നമ്മൾ വേറൊരു ലെയർ ആഡ് ചെയ്തിട്ട് ട്രാക്ക് ആഡ് ചെയ്തിട്ട് ട്രാക്കെന്ന ലെയറിന് എന്തെങ്കിലും പറയാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ട്രാക്കിലോട്ട് മേളിലുള്ള ട്രാക്കിലോട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ എടുത്തിടുന്നു. ഏറ്റവും അടിയിലുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ബേസ് വീഡിയോ. അതിൻ്റെ മേളിലോട്ടാണ് നമുക്ക് ലെയേഴ്സ് ആഡ് ചെയ്യേണ്ടത്. സബ് വീഡിയോസ്, അതായത് ഇങ്ങനെ ആനിമേറ്റർ കണ്ടൻസും ലോഗോയും ഒക്കെ നമ്മുടെ ബേസ് വീഡിയോയുടെ മേളിലായിരിക്കും ആഡ് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പം നമ്മുടെ ആനിമേറ്റർ കണ്ടൻറ്റ് ഗ്രീൻ സ്ക്രീൻ ഉണ്ട്. ഗ്രീൻ സ്ക്രീനിൻ്റെ അടിയിൽ നമുക്ക് നമ്മുടെ ബേസ് വീഡിയോ കാണാൻ പറ്റുന്നില്ല. ആ ബേസ് വീഡിയോ കാണാനുള്ള ഐറ്റമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യാൻ. നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ട കണ്ടൻറ്റ്, അതായത് നമുക്ക് ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കേണ്ട കണ്ടൻറ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആണിപ്പോൾ ചെയ്തത്. എന്നിട്ട് വേണം നമുക്ക് ഈ ഫ്യൂഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മീഡിയ 1, മീഡിയ ഔട്ട് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് മീഡിയ 1-ൽ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും. അതിനകത്ത് ഡെൽറ്റ കീയറാണ് ഓപ്ഷൻ നമുക്ക് വേണ്ടത്. ഡെൽറ്റ കീയർ എന്ന് പറഞ്ഞൊരു ആഡ്-ഓൺ ആണ് നമുക്ക് വേണ്ടത്. ആ ആഡ്-ഓൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ വലുതാക്കിയൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്കിൻ്റെ ഒരു ബട്ടൺ വരും അതിനകത്ത്. അത് ഡ്രാഗ് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ ആണല്ലോ നമുക്ക് ഒഴിവാക്കേണ്ട. ആ ഗ്രീൻ സ്ക്രീനിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. ഡ്രാഗ് ഇട്ടപ്പോൾ തന്നെ ഗ്രീൻ സ്ക്രീൻ പോയി. ഇപ്പം ഞാൻ മെയിൻ വിൻഡോയിലോട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കണ്ടോ, നമുക്ക് ഗ്രീൻ സ്ക്രീൻ അങ്ങ് ഒഴിവായി. അടിയിലത്തെ കണ്ടൻറ്റ് നമുക്ക് ബേസ് വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ ബേസ് വീഡിയോയുടെ ലെങ്ത് ഒന്ന് കൂട്ടുവാണ്. അതാണ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടെ കണ്ടൻറ്റിന് ലെങ്ത് കൂട്ടി. നമ്മുടെ കുറച്ച് ഭാഗത്തില്ലായിരുന്നു ബേസ് വീഡിയോ. അപ്പോൾ അത് ഫുൾ ബേസ് വീഡിയോ വലുതാക്കി ഞാൻ. എപ്പോഴും ബേസ് വീഡിയോ നമ്മുടെ വലുതായിരിക്കുമല്ലോ നമ്മുടെ ആനിമേറ്റർ കണ്ടൻറ്റിനെക്കാളും. കണ്ടോ,
അപ്പോൾ നമുക്ക് ബേസ് വീഡിയോ അടിയിൽ കാണാൻ പറ്റും, സബ്സ്ക്രൈബ് ബട്ടൺ ആനിമേറ്ററായിട്ട് മേളിൽ കാണാൻ പറ്റും. ഗ്രീൻ സ്ക്രീൻ ഒഴിവായി, കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിന് നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റിയത് ഏത് മൂലക്കാണ്, ഇപ്പോൾ താഴെയാണോ മേളിലാണോ സൈഡിലാണോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്കത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടുകയോ ചെറുതാക്കുകയോ എന്ത് വേണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഒന്നുകൂടെ വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തു തരാം. ഇപ്പം ഞാൻ ഈ കണ്ടൻറ്റ് എൻ്റെ ബേസ് വീഡിയോ ആയിട്ട് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ. എന്നിട്ട് ആ ബേസ് വീഡിയോ സെൻറ്ററിലാക്കി ഞാൻ ആനിമേറ്റർ കണ്ടൻറ്റ് സെറ്റ് ചെയ്യുക. ഏകദേശം കറക്റ്റായി. ആനിമേറ്റർ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റാം. സൈഡിലോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണേൽ ചെയ്യാം. ലെഫ്റ്റിൽ പ്ലേസ് ചെയ്ത് ഞാനിപ്പോൾ ഇത് റൈറ്റിലോട്ട് പ്ലേസ് ചെയ്താണെന്ന് അറിയിക്കുന്നത്. റൈറ്റിൽ പ്ലേസ് ചെയ്ത് റൈറ്റിൽ താഴെ പ്ലേസ് ചെയ്താൽ കൊള്ളായിരിക്കും. റൈറ്റിൽ താഴെ പ്ലേസ് ചെയ്യാൻ നേരം ഞാൻ കണ്ടൻറ്റ് ഡ്രാഗ് ചെയ്ത് റൈറ്റിൽ താഴെ ലോഗോ പോലെ ഞാൻ പ്ലേസ് ചെയ്ത്. ഇനി ഇതിൽ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. വലുപ്പമോ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം, എന്ത് വേണേൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ്. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, കണ്ടൻറ്റ് എക്സ്പോർട്ട് ചെയ്യുക. എന്ത് പേരാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനിപ്പോൾ അത് ടെസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു പേര് ഞാൻ ടെസ്റ്റ് റഫായിട്ട് കൊടുക്കുവാണ്. സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്ത സ്ഥലത്ത് പോയി വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം, പണി ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത അവിടെ പോയി നോക്കുക, നമ്മുടെ കണ്ടൻറ്റ് കാണും. ഓക്കെ, കണ്ടൻറ്റ് ഈസ് റെഡി. കണ്ടോ, VLC-ക്കകത്ത് ഞാൻ പ്ലേ ചെയ്യുക കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.